വെൽക്കം ടു ഇമ്പൾ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ അത്രയും സിഗ്നിഫിക്കൻസ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കാതെ പോകരുത്. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കൊണ്ടിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ റിസർച്ച് ഡിസൈൻ. ശ്രദ്ധിക്കുക, റിസർച്ച് നല്ല ചോദിച്ചുള്ള റിസർച്ച് ഡിസൈൻ എന്നാ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ആൻഡ് ഇമ്പോർട്ടൻസ് ഇൻ റിസർച്ച്. സോ ബേസിക്കലി എന്താ റിസർച്ച് ഡിസൈൻ? റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക് ആണ്, അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് ഓഫ് റിസർച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനകത്ത് നമ്മൾ എങ്ങനെയാണ്, എന്ത് മെത്തഡോളജി ഉപയോഗിക്കുന്നു, നമ്മൾ അനലൈസ് ചെയ്യുന്ന, ഡേറ്റ കളക്ട് ചെയ്യുന്ന, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ എന്തിനാണ് നമുക്ക് റിസർച്ച് ഡിസൈനിന്റെ ആവശ്യം? ഫസ്റ്റ് വൺ ഈസ് റിസർച്ച് പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനാണ് റിസർച്ച് ചെയ്യുന്നത്. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് മെത്തഡോളജീസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ റിസർച്ച് പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക, ആക്യുറസി എൻഷുർ ചെയ്യുക, ബയാസ് കുറയ്ക്കുക, ആൻഡ് ഫെസിലിറ്റേറ്റ് അനാലിസിസ്. സോ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളൊക്കെ ഡാറ്റ അനാലിസിന് വേണ്ടി യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ റിസർച്ച് ഡിസൈനിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ദാറ്റ്സ് ദ ഒബ്ജക്റ്റീവ്സ് ആണ്. സോ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസർച്ച് ഡിസൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിസർച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇമ്പോർട്ടൻസ് ഇൻ റിസർച്ച്. സോ നമുക്ക് റിസർച്ച് ഡിസൈൻസിന് എന്ത് ഇമ്പോർട്ടൻസ് ഉള്ളത്? ക്ലാരിറ്റി കിട്ടുമല്ലോ, നമ്മൾ ചെയ്യാൻ പോകുന്ന ക്ലാരിറ്റി ഉണ്ടാവും, ആൻഡ് എഫിഷ്യൻസി കൂട്ടും, ആൻഡ് വാലിഡിറ്റി ഇംപ്രൂവ് ആവും എന്നുള്ളതാണ്. ആൻഡ് ഫെസിലിറ്റേറ്റ് റെസിപ്രോക്കൽ. സോ വെൽ ഡോക്യുമെന്റ് ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്റ്റഡി നമുക്ക് വീണ്ടും വീണ്ടും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ക്ലാരിറ്റി കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റിസർച്ച് ഗോൾ നമുക്ക് ഫിക്സ് ചെയ്ത് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലേ. ആൻഡ് എഫിഷ്യൻറ്റ് റിസോഴ്സ് യൂസ്. നമുക്ക് ടൈം, മണി, റിസോഴ്സ് ഒക്കെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. വാരി വലിച്ച് ഉപയോഗിക്കാതെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. വാലിഡിറ്റി കൂട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിസർച്ച് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാലോചിക്കണം. ഇറ്റ്സ് എ സ്ട്രക്ചർഡ് ഫ്രെയിം വർക്ക് ഓർ ബ്ലൂ പ്രിന്റ് ആണെന്ന് മനസ്സിലാക്കാം. റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കാം. ഒബ്ജക്റ്റീവ് ഞാൻ പറഞ്ഞതുപോലെ റിസർച്ച് ഡിസൈനിന് വേണ്ടി ഡിഫൈൻ ചെയ്യുന്നു. ആക്യുറസി, മിനിമൈസ് ബയാസ് ആൻഡ് ഫെസിലിറ്റേറ്റ് അനാലിസിസ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സിംഗിൾ ഫാക്ടർ ഡിസൈൻ, പ്രൊവൈഡ് സ്യൂട്ടബിൾ എക്സാമ്പിൾ ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിംഗിൾ ഫാക്ടർ ഡിസൈൻ. സോ എന്താ സിംഗിൾ ഫാക്ടർ ഡിസൈൻ? സോ സിംഗിൾ ഫാക്ടർ ഡിസൈൻ എന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ആണ്. ഒന്നും കൂടെ പറയാം, സിംഗിൾ ഫാക്ടർ ഡിസൈൻ ഈസ് എൻ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ വെയർ ഓൺലി വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, എന്താണ്, ഒരൊറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിളെ ഉണ്ടാവുകയുള്ളൂ, ഈസ് മാനിപ്പുലേറ്റഡ്. സോ അതിൽ എന്ത് ചെയ്യുന്നു, ഒരു ഒറ്റ എന്താണ് വേരിയബിളിനെ, ഒരു ഒറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെങ്കിൽ ഫാക്ടർ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഡിപെൻഡന്റ് വേരിയബിളിൽ എഫക്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഡെഫിനിഷൻ അതുപോലെ പഠിക്കാം. എ സിംഗിൾ ഫാക്ടർ ഡിസൈൻ ഇസ് എൻ എക്സ്പെരിമെന്റ് റിസർച്ച് ഡിസൈൻ വെയർ വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇസ് മാനിപ്പുലേറ്റ് ടു ഒബ്സർവ് ഇറ്റ്സ് എഫക്ട് ഓൺ എ ഡിപെൻഡന്റ് വേരിയബിൾ. സോ ഡിപെൻഡന്റ് വേരിയബിൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഒറ്റ ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയാണ്. സോ ടൈപ്പ് ഓഫ് സിംഗിൾ ഫാക്ടർ ഡിസൈൻസ് ഉണ്ട്. കംപ്ലീറ്റ് റാൻഡമൈസ്ഡ് ഡിസൈൻ, CRD പറയും. ഇവിടെ നമ്മൾ എന്താണ്, റാൻഡംലി നമ്മൾ അലോക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സബ്ജക്റ്റിനെ റാൻഡം നമ്മൾ അലോക്കേറ്റ് ചെയ്യും ഡിഫറെന്റ് ലെവൽ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ കേട്ടോ. ഇൻവോൾവ് റാൻഡം അലോക്കേഷൻ ഓഫ് സബ്ജക്ട് ടു ഡിഫറെന്റ് ലെവൽ ഓഫ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ടെസ്റ്റിംഗ് ദ എഫക്ട് ഓഫ് 3 ഡിഫറെന്റ് ഡോസ് ഓഫ് ഡ്രഗ് ഓൺ ബ്ലഡ് പ്രഷർ. അതായത് നമുക്ക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമ്മൾ 3 ഡിഫറെന്റ് ഡോസുകൾ, അതായത് 3 ഡിഫറെന്റ് ഡോസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ BP കൊടുക്കുന്നൊരു മരുന്നാണ്, ഇപ്പോൾ ഏതെങ്കിലും X എന്നൊരു മരുന്നാണെങ്കിൽ X 10 ഗ്രാം, X 20 ഗ്രാം, X 30 ഗ്രാം എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇത് കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ ആയിരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ ആണ്. സബ്ജക്ട്സ് ഡിവൈഡ് ചെയ്യും, എന്തായിട്ട് ബ്ലോക്കായി ഡിവൈഡ് ചെയ്യും, അതിന്റെ ക്യാരക്ടർ അനുസരിച്ച്. ഇപ്പോൾ എക്സാമ്പിൾ ഏജ്, ജെൻഡർ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ ഡിവൈഡ് ചെയ്യുന്ന രീതിയാണ്. സോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സ്റ്റഡി ദ എഫക്ട് ഓഫ് എ ന്യൂ ഡയറ്റ് പ്ലാൻ ഓൺ വെയിറ്റ് ലോസ് ബ്ലോക്കിംഗ് ഫോർ ജെൻഡർ. സോ ജെൻഡർ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെയിറ്റ് ലോസ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് റിപ്പീറ്റഡ് മെഷർ ഡിസൈൻ ആണ്. സെയിം സബ്ജക്ട് എക്സ്പോസ് ചെയ്യും എവിടെയാണ്, ടു ഓൾ ലെവൽ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ എല്ലാ ലെവൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ത് ചെയ്യുന്നു, സബ്ജക്ട് നമ്മൾ എക്സ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മെഷറിംഗ് റിയാക്ഷൻ ടൈം ആഫ്റ്റർ കൺസ്യൂമിങ് ഡിഫറെന്റ് കഫീൻ ഡോസ് ഇൻ ദ സെയിം ഗ്രൂപ്പ് പാർട്ടിസിപ്പന്റ്. അതായത് ഇപ്പം എക്സാമ്പിൾ 25 വയസ്സുള്ള എല്ലാ മെയിലും നമ്മൾ കഫീൻ കൊടുത്തിട്ട്, ചായയിൽ കഫീൻ ഉണ്ടല്ലോ, കഫീൻ കൊടുത്തിട്ട് ഡിഫറെന്റ് ടൈമിലുള്ള റിയാക്ഷൻസ്, മെഷറിംഗ് റിയാക്ഷൻ ടൈം ആഫ്റ്റർ കൺസ്യൂമിങ്
കൺസ്യൂമിങ് ഡിഫറെൻറ്റ് കഫീൻ ഡോസേജ് ഉണ്ടോ. സോ ഡിഫറെൻറ്റ് കഫീൻ ഡോസേജ് കൊടുക്കും. ഇപ്പോൾ 10 ഗ്രാം 20 ഗ്രാം 30 ഗ്രാം കൊടുത്തിട്ട് ഡിഫറെൻറ്റ് ടൈം റിയാക്ഷൻസ് നമ്മൾ മെഷർ ചെയ്യുന്ന രീതിയാണ് റിപ്പീറ്റഡ് മെഷേഴ്സ് ഡിസൈൻ. ഇപ്പോൾ എക്സാമ്പിൾ തന്നെ പറയുവാണെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ഒരേ സമയത്ത് ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് ഇൻ്റർവെൽ നമ്മൾ ഒരേ സാധനം കൊടുത്ത് നമ്മൾ നോക്കാറില്ല. ആ ഒരു പരിപാടിയാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ ആണ്. സോ ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ പറയുന്നതിന് മുന്നേ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ടെസ്റ്റിംഗ് ദ ഇമ്പാക്ട് ഓഫ് ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തഡ് ഓൺ സ്റ്റുഡൻറ്റ് പെർഫോമിംഗ് ഇൻ എ റൊട്ടേറ്റഡ് ഓർഡർ. സോ ഓൾറെഡി കുട്ടികളെ ഡിഫറെൻറ്റ് റൊട്ടേറ്റിംഗ് ഓർഡറിൽ വെച്ചുകൊണ്ട് ഡിഫറെൻറ്റ് ടീച്ചിങ് ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ ടീച്ചിങ് ഇത് കൊടുത്തിട്ട് നമ്മൾ ഇമ്പാക്റ്റ് അറിയുന്ന രീതിയാണ് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാലൻസ് ദ ഓർഡർ ഓഫ് ട്രീറ്റ്മെന്റ് ടു കൺട്രോൾ ഫോർ സീക്വൻഷ്യൽ എഫക്ട്. സോ സീക്വൻഷ്യൽ എഫക്ട് ആണ് അത്. നമ്മൾ ഓരോ ടീമിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സീക്വൻഷ്യൽ എഫക്ട് അറിയുന്ന രീതിയാണ് എന്ത് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തൊക്കെ ഞാൻ പറഞ്ഞേ, കംപ്ലീറ്റ് റാൻഡമൈസ്ഡ് ഡിസൈൻ, റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ, റിപ്പീറ്റ് മെഷർ ഡിസൈൻ, ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ. മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് വൺ, ഡിസ്കസ് ദ സ്റ്റെപ്പ് ഇൻ റിസർച്ച് പ്രോസസ്, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ്. സോ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇത് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, ലിറ്ററേച്ചർ എഴുതുക, ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക, റിസർച്ച് ഡിസൈൻ ചെയ്യുക, ഡേറ്റ കളക്ട് ചെയ്യുക, അനാലിസിസ് ചെയ്യുക, കൺക്ലൂഷൻ ചെയ്യുക, റിസൾട്ട് ചെയ്യുക. ഈ 8 സ്റ്റെപ്പും ഒരു കാരണവശാൽ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാര്യം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്, ക്ലാസ്സിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് എലൂസിഡേറ്റ് ദ സ്റ്റെപ്പ് ഓഫ് കോഡിംഗ് സിസ്റ്റം ഇൻ ഗ്രൗണ്ട് തിയറി, എക്സ്പ്ലെയിൻ ഹൗ ഡേറ്റ ഈസ് അനലൈസ്ഡ് ഇൻ ഗ്രൗണ്ട് തിയറി റിസർച്ച്. സോ ബേസിക്കലി നമ്മുടെ ഗ്രൗണ്ട് തിയറിയിൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് റിസർച്ച് എന്നൊക്കെ അറിയാം, ഓൾറെഡി നമ്മളത് പഠിച്ചതാണ്, നമുക്ക് എല്ലാം അറിയാം അല്ലേ. സോ ബേസിക്കലി എന്താണ് ഗ്രൗണ്ട് തിയറി ഇൻ റിസർച്ച് എന്നാണ് നോക്കേണ്ടത്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഗ്രൗണ്ട് തിയറി റിസർച്ചിൽ ഉള്ള സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്. സോ ഗ്രൗണ്ട് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തഡാണ്. ഡേറ്റ കളക്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തഡാണ് ഗ്രൗണ്ട് തിയറി എന്ന് പറയാം. സോ സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ ഡേറ്റ കളക്ഷൻ. സോ നമ്മൾ ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യാം, ഇന്റർവ്യൂ നടത്താം, ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ, ഡയറക്റ്റ് ഇന്റർവ്യൂ നടത്താം, ഒബ്സർവേഷണൽ സ്റ്റഡി ചെയ്യാം, ആൻഡ് അതർ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ് ആണ് അല്ലേ. സോ നെക്സ്റ്റ് വൺ ഈസ് ഓപ്പൺ കോഡിംഗ്. സോ ഇനിഷ്യൽ കാറ്റഗറൈസേഷൻ ഓഫ് ഡേറ്റ ടു ഐഡന്റിഫൈ കീ തീം ഓർ കൺസെപ്റ്റ്. സോ നമ്മൾ കൺസെപ്റ്റോ അല്ലെങ്കിൽ കീം തീം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന രീതി. 2 ആക്സിൽ കോഡിംഗ് ആണ്. റിഫൈൻ ഓപ്പൺ കോഡ് ബൈ ഐഡന്റിഫൈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാറ്റഗറീസ്. സോ നമ്മൾ ഇവിടെ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ റിലേഷൻഷിപ്പ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ഫർദർലി നമ്മൾ റിഫൈൻ ചെയ്യുന്നു. ആൻഡ് സെലക്റ്റീവ് കോഡിംഗ്, ഐഡന്റിഫൈ ദ കോർ കാറ്റഗറി ദാറ്റ് ഇന്റഗ്രേറ്റ് ഓൾ അതർ കാറ്റഗറി. സോ അതിനകത്ത് ഏറ്റവും മേജർ ആയിട്ടുള്ള കോർ കാറ്റഗറിനെ മാത്രം ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്യുന്നു. ആൻഡ് തിയറിക്കൽ സാമ്പിളിംഗ് ആണ്. കളക്ടിങ് അഡീഷണൽ ഡേറ്റ ടു റിഫൈൻ ദ വാലിഡ് എമർജിംഗ് കാറ്റഗറീസ്. സോ നമുക്കിവിടെ ഓൾറെഡി കിട്ടിയ കാറ്റഗറീസിനെ ഫർദർലി നമുക്ക് കുറച്ച് ഡേറ്റയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും റിഫൈൻ ചെയ്യുന്നു. ആൻഡ് സാച്ചുറേഷൻ, ഡേറ്റ കളക്ഷൻ സ്റ്റോപ്പ് വെൻ നോ ഇൻസൈറ്റ് ആർ എമർജിംഗ്. സോ നമുക്ക് ഫർദർലി നമുക്ക് വേറൊന്നും കിട്ടുന്നില്ല, ഒരു ഇൻസൈറ്റ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഡേറ്റ കളക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയാണ്. സോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡേറ്റ കളക്ടിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ കളക്ട് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ സ്ത്രീകളിൽ കൂടുതലായി മാനസിക പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റഡി നിങ്ങൾ വിചാരിച്ചോളാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഒരു സെറ്റ് ഓഫ് സ്ത്രീകൾ എന്ന കാറ്റഗറിയാണ് ചൂസ് ചെയ്തത്. അപ്പം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എത്രയാണ്, 20 വയസ്സ് 30 വയസ്സ് 40 വയസ്സ് അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് സ്ത്രീകൾ ഞാൻ സെലക്ട് ചെയ്തു. അവരെ എല്ലാം ഞാൻ ഇന്റർവ്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡിലൂടെ ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഞാൻ ഓപ്പൺ കോഡിങ് ചെയ്യുവാണ്. സോ ഐഡന്റിഫൈ ദ കീം തീം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കൂടുതലും അവർക്ക് പ്രശ്നം വരുന്ന അല്ലെങ്കിൽ അവർക്ക് ഡിപ്രഷൻ എന്നൊരു സാധനം വരുന്നത് അല്ലെങ്കിൽ സ്ത്രീകളിൽ കൂടുതൽ ഡിപ്രഷൻ എന്ന പ്രശ്നം ഉണ്ടാവുന്നത് പീരീഡ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഞാൻ നോക്കുവാണ് നെക്സ്റ്റ്. ഇനി പീരീഡ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ നെക്സ്റ്റ് കാറ്റഗറി. ഇനി ആക്സൽ കോഡിംഗ് ആണ്. ഇനി റിലേഷൻഷിപ്പ് നോക്കുവാണ്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ 30-നും 40-നും ഇടയിലുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കാണുന്നത്. അപ്പോൾ ഞാൻ 30-40 റിഫൈൻ ചെയ്തു. ഇനി സെലക്റ്റീവ് കോഡിംഗ് ആണ്. സോ ഞാൻ എൻ്റെ കോർ കാറ്റഗറി എടുക്കണം. അതായത് 30 മുതൽ 40. ദാറ്റ് മീൻസ് എന്താണ്, കൂടുതലും ആ ഒരു അഡോളസെൻസ് ഒക്കെ കഴിഞ്ഞ് ഒരു മെച്ചുറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫേസിലൂടെയാണ് കടന്നു പോകുന്നവർ. അപ്പം കിട്ടി എനിക്ക് 30 മുതൽ 40. അതായത് ആ ഒരു എന്താണ് ഒരു അഡൾട്ട്ഹുഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അഡൾട്ട്ഹുഡിൻ്റെ ഒക്കെ ആ ഒരു സമയത്താണെന്ന് എനിക്ക് കിട്ടി. ആൻഡ് കളക്ടിങ് അഡീഷണൽ ഡേറ്റ. സോ എന്തുകൊണ്ട് വരുന്നു ആ സമയത്ത്, ഹോർമോൺ ഇൻബാലൻസ് ആകാം അല്ലെങ്കിൽ പ്രഗ്നൻസി ആകാം, അങ്ങനെ അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നു. ആൻഡ് ഇനി ഫർദർ ഡേറ്റാസ് വേണ്ട. അപ്പം എന്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം, ഡേറ്റ കളക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. കാര്യം നമുക്ക് ഇനി ഫർദർ
ഫർദർലി കിട്ടുന്നില്ല. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. എന്താണ് ഈ ഒരു പ്രഗ്നൻസി ഹോർമോൺ ഇൻഫ്ലക്ഷൻ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. സോ ഇതാണ് ഗ്രൗണ്ട് തിയറി സിസ്റ്റത്തിന്റെ കോഡിംഗ് സിസ്റ്റം കേട്ടോ. സോ സിമ്പിൾ ആണ്. സോ കോഡിംഗ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഓപ്പൺ കോഡിംഗ്, ആക്സൽ കോഡിംഗ്, സെലക്റ്റീവ് കോഡിംഗ് എന്ന രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ എന്താ ഓപ്പൺ കോഡിംഗ്? അസൈൻ ലേബൽ ടു ഡേറ്റ സെഗ്മെന്റ് ടു ഐഡന്റിഫൈ ഡിസ്റ്റിങ് കൺസെപ്റ്റ്. സോ ഒരു കൺസെപ്റ്റിനെ മാത്രം മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സർട്ടൻ ലേബിൾ ചെയ്യുന്നു. ഇപ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്നില്ലേ, അതാണ് ഓപ്പൺ കോഡിംഗ്. ആക്സൽ കോഡിംഗ് ഓർഗനൈസ് ഓപ്പൺ കോഡ് ഇൻ ടു കാറ്റഗറി ആൻഡ് സബ് കാറ്റഗറി. അതായത് 30 വയസ്സ്, അതായത് ഇപ്പം എന്താണ് കൗമാരം അല്ലെങ്കിൽ യൗവനം എന്ന് പറയുന്ന പോലെ ഫർദർലി ക്ലാസിഫൈ ചെയ്യുന്ന സെലക്റ്റീവ് കോഡിംഗ്. നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് റിഫൈൻ ചെയ്യുന്ന കാറ്റഗറി നമ്മൾ ലാസ്റ്റ് ചെയ്തില്ല, അത് തന്നെയാണ്. പിന്നെ ഡേറ്റ അനാലിസിസ് ഗ്രൗണ്ട് തിയറി ആണ്. സോ നമ്മൾ എങ്ങനെയാണ് ഗ്രൗണ്ട് തിയറി ഡേറ്റ അനാലിസിസ് ചെയ്യുന്നത്? കണ്ടക്ട് അനാലിസിസ് സൈമൾട്ടേനിയസ്ലി വിത്ത് ഡേറ്റ കളക്ഷൻ. സോ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അനാലിസിസും ചെയ്തുകൊണ്ടേയിരിക്കും. യൂസ് കോൺസ്റ്റന്റ് കമ്പാരിസൺ ടു റിഫൈൻ കാറ്റഗറി ആൻഡ് കൺസെപ്റ്റ്. നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ വീണ്ടും കാറ്റഗറൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് അല്ലേ. അപ്പോൾ ദാറ്റ് മീൻസ് നമ്മൾ എപ്പോഴും കമ്പയറും ചെയ്യുന്നു, റിഫൈനും ചെയ്യുന്നു. ആൻഡ് ഡെവലപ്പ് എ തിയറി ഗ്രൗണ്ട് ഇൻ ഡേറ്റ എൻഷുറിംഗ് ഇറ്റ് റിലവന്റ് ടു ഫിനോമിനൻ അണ്ടർ സ്റ്റഡി. സോ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഒരു ഗ്രൗണ്ട് ഡേറ്റ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമാണ് അല്ലേ. നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് വാലിഡിറ്റി ആണ്. സോ വാലിഡിറ്റി ആക്യുറേറ്റ് ആണോ, ശരിയാണോ എന്നൊക്കെ പറയുന്നത് വാലിഡ് ആണോ എന്ന് പറയുന്നത് പോലെ. സോ വാലിഡിറ്റി റെഫേഴ്സ് ടു എക്സ്റ്റെന്റ് ടു വിച്ച് എ റിസർച്ച് ഇൻസ്ട്രുമെന്റ് പ്രൊസീജിയർ ഓർ ഡിസൈൻ മെഷർ വാട്ട് ഇറ്റ് ഈസ് ഇന്റന്റ് ടു മെഷർ. ഈ വാക്ക് ശ്രദ്ധിക്കുക, വാട്ട് ഇറ്റ് ഈസ് ഇന്റന്റ് ടു മെഷർ. സോ ത്രെഡ്സ് ടു ഇന്റർ വാലിഡിറ്റി. സോ എന്താ ഇന്റർ വാലിഡിറ്റി? നമ്മുടെ ഈ വാലിഡിറ്റി അല്ലെങ്കിൽ ഈ ആക്യുറസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പല രീതിയിൽ നമ്മൾ ഒരു റിസർച്ചിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പം അത് വാലിഡ് ആണോ അല്ലെങ്കിൽ വാലിഡിറ്റി ഉണ്ടോ എന്നൊക്കെ നമ്മൾ മെഷർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ വാലിഡിറ്റിയിൽ തന്നെ ത്രെഡ്സുകൾ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസ് എന്ന് ഇന്റേണൽ വാലിഡിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ട്. സോ ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കാരണം ആണ് എന്താണ് ഇന്റേണൽ വാലിഡിറ്റി ഉണ്ടാവുക. എക്സ്റ്റേണൽ വാലിഡിറ്റി ആണെങ്കിൽ എന്താണ് സെറ്റിംഗ്സ്, പോപ്പുലേഷൻ, ടൈം ഒക്കെയാണ് വരുന്നുണ്ടാവുക. സോ ഇന്റേണൽ വാലിഡിറ്റി ഫോക്കസ് ഓൺ വെദർ ദ ഒബ്സർവേഷൻ എഫക്ട് ഇൻ എ സ്റ്റഡി ആർ ഡ്യൂ ടു ഇൻഡിപെൻഡന്റ് വേരിയബിൾ. കണ്ടോ, ഒബ്സർവേഷൻ എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ പഠിക്കുന്നത് കൊണ്ടാണോ ഈ വാലിഡിറ്റി കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടാവുക, പക്ഷേ എക്സ്റ്റീരിയർ ഫാക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യില്ല. ഇനി എക്സ്റ്റേണൽ വാലിഡിറ്റി ആണെങ്കിൽ റെഫേഴ്സ് ടു ജനറലൈസബിലിറ്റി ഓഫ് ദ സ്റ്റഡി ഫൈൻഡിങ് ടു അതർ സെറ്റിംഗ്, പോപ്പുലേഷൻ ഓർ ടൈം ആണ്. സോ അതിൽ ഫസ്റ്റ് വൺ ഈസ് ഹിസ്റ്ററി ആണ്. ഇപ്പം ഞാനൊരു സ്റ്റഡിക്ക് വേണ്ടി കുറച്ച് ആൾക്കാരെ കൊണ്ടുവരികയാണ്. അവർ വരുന്ന സമയത്ത് മറ്റുള്ള സ്റ്റഡീനെ പറ്റി കേട്ടു. അപ്പോൾ അതെന്ത് ചെയ്യാം, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാം. കുറച്ച് ആൾക്കാർ മരിച്ചുപോയി എന്നൊക്കെ പറയുന്ന പോലെ അതെന്ത് ചെയ്യാം, ഈവൻ ഔട്ട്സൈഡ് ദ എക്സ്പെരിമെന്റ് ദാറ്റ് അഫക്ട് പാർട്ടിസിപ്പന്റ് ഡ്യൂറിംഗ് ദ സ്റ്റഡി. നെക്സ്റ്റ് മെച്ചുറേഷൻ ആണ്. പ്രായം എന്ന് പറയുന്നത് സമയം അനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കുവാണ്. അപ്പോൾ അതെന്ത് ചെയ്യാം, അത് പല പ്രശ്നങ്ങളും വരാം അല്ലേ. അതൊരു എക്സാമ്പിൾ ആണ്. ചേഞ്ചസ് ഇൻ പാർട്ടിസിപ്പന്റ് ഓവർ ടൈം, അതായത് പാർട്ടിസിപ്പൻസിന് സമയം അനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. സോ നെക്സ്റ്റ് വൺ ഇസ് ഇൻസ്ട്രുമെന്റേഷൻ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന മെഷറിംഗ് ടൂൾസ്, പ്രൊസീജിയറിൽ മാറ്റം ഉണ്ടെങ്കിൽ അതും പ്രശ്നം വരും. നെക്സ്റ്റ് ടെസ്റ്റിംഗ് എഫക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പല ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും ചെയ്യാറുണ്ട്. സോ പ്രീ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചില ആൾക്ക് ഇത് മെമ്മറൈസ് ചെയ്ത് വെക്കും, എന്നിട്ട് അത് നോക്കി പഠിക്കും. അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ റിസൾട്ടുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. നെക്സ്റ്റ് വൺ ഇസ് സെലക്ഷൻ ബയസ് ആണ്. ഒരു സ്റ്റഡി ചെയ്യുന്നതിന് മുന്നേ തന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് സെലക്ഷൻ ബയസ് കൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അട്രിഷൻ ആണ്. സോ ഈ അട്രിഷൻ ഉണ്ടാവുന്നത് നമുക്ക് ഈ ഒരു സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കെ നമുക്ക് പാർട്ടിസിപ്പൻസ് നഷ്ടപ്പെട്ടു പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവുക, അട്രിഷൻ ഉണ്ടാവുന്നത് കേട്ടോ. സോ ഹിസ്റ്ററി, മെച്ചുറേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ, ടെസ്റ്റിംഗ് എഫക്ട്, സെലക്ഷൻ ബയസ് ആൻഡ് അട്രിഷൻ ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ത്രെറ്റ് ടു എക്സ്റ്റേണൽ വാലിഡിറ്റി ആണ്. ഞാൻ പറഞ്ഞു സെറ്റിംഗ്സ്, പോപ്പുലേഷൻ ഓർ ടൈം ആണ്. ഇവിടെ പോപ്പുലേഷൻ വാലിഡിറ്റി ആണ്. സോ ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചില സമയത്ത് ലിമിറ്റഡ് ആയിപ്പോവും. ഈ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും, എല്ലാ പോപ്പുലേഷനും ചെയ്യാൻ പറ്റുന്ന വരില്ല. പിന്നെ എക്കോളജിക്കൽ വാലിഡിറ്റി. സോ നമുക്ക് റിയൽ വേൾഡ് സെറ്റിംഗ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ രീതിയിലും നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ചില സമയത്ത് നമ്മൾ ലാക്ക് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് ടെമ്പറൽ വാലിഡിറ്റി ആണ്. റിസൾട്ട് മേ നോട്ട് ഹോൾഡ് ട്രൂ ഓവർ ടൈം. സോ സമയം വരുന്ന അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് ശരിയാകണമെന്നില്ല. ആൻഡ് ഇൻട്രാക്ഷൻ എഫക്ട്. സോ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എക്സ്പെരിമെന്റൽ കണ്ടീഷൻ ആൻഡ് പാർട്ടിസിപ്പന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഈ പാർട്ടിസിപ്പന്റ് ആ ക്യാരക്ടേഴ്സും ആൻഡ് എക്സ്പെരിമെന്റൽ കണ്ടീഷൻ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് നമ്മൾ ഇൻട്രാക്ഷൻ എഫക്ട് പറയുക. സോ ബേസിക്കലി ഇതൊക്കെ ത്രെറ്റ്സ് ആണ്. നമുക്ക് നോർമലി ആലോചിച്ച് എഴുതാന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. പോപ്പുലേഷൻ വാലിഡിറ്റി ഞാൻ പറഞ്ഞു, എന്താണ്
നമുക്ക് മറ്റുള്ള പോപ്പുലേഷനിലേക്ക് അത്ര ആപ്ലിക്കബിലിറ്റി ഉണ്ടാവില്ല. എക്ലോളജിക്കൽ വാലിറ്റി, അതായത് നമുക്ക് എന്താണ് ഒരു റിയൽ വേൾഡ് സെറ്റിങ്സിലേക്ക് നമുക്ക് പലതിലും നമ്മൾ ലാക്ക് ചെയ്യും. ടെമ്പറൽ വാലിറ്റി, നമ്മൾ സമയം കഴിയുന്തോറും നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും ശരിയാകണമെന്നില്ല. ആൻഡ് ഇൻട്രാക്ഷൻ എഫക്റ്റ് ആണ് നമ്മൾ പാർട്ടിസിപ്പൻസിന്റെ രീതിയും ആൻഡ് എക്സ്പെരിമെന്റൽ കണ്ടീഷൻ തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അത് ബാധിക്കാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെരിമെന്റ് ആൻഡ് ക്വസി എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ്. സോ എന്താണ് രണ്ടും ഡിഫറൻസ്? ഞാൻ കോളം വരച്ച് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇങ്ങനെ ഒരു മാർക്ക് കിട്ടും കേട്ടോ. സോ ഡെഫിനേഷൻ നോക്കാം. എക്സ്പെരിമെന്റൽ ഡിസൈൻ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്. ഇൻവോൾവ് റാൻഡം അസൈൻമെന്റ് ഓഫ് പാർട്ടിസിപ്പന്റ് ടു ഗ്രൂപ്പ്, അതാണ് എക്സ്പെരിമെന്റൽ ഡിസൈൻ അല്ലേ. അത് റാൻഡമിൽ നമ്മൾ അസൈൻ ചെയ്യുന്നു ഓരോ ഗ്രൂപ്പുകളിലേക്ക്. ആൻഡ് ക്വസി എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്താണ്? ലാക്ക് റാൻഡം അസൈൻമെന്റ് ഓഫ് പാർട്ടിസിപ്പന്റ്. സോ ഇവിടെ നമ്മൾ എന്തെങ്കിലും റാൻഡം അസൈൻമെന്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ റാൻഡമിൽ നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ടാവില്ല. സോ കൺട്രോൾ പറയുവാണെങ്കിൽ എക്സ്പെരിമെന്റൽ ഡിസൈനിലാണെങ്കിൽ നമുക്ക് ഹൈ കൺട്രോൾ ഓവർ വേരിയബിൾ ആൻഡ് എൻവോൺമെന്റിലും എന്താണ് വേരിയബിൾ നമ്മൾ ഹൈ കൺട്രോൾ ഉണ്ടാവും. കാരണം നമ്മൾ റാൻഡമിലാണ് അവർ അസൈൻ ചെയ്യുന്നത് അല്ലേ. സോ കൺട്രോൾ ഉണ്ടാവും. ഇവിടെ ആണെങ്കിലോ മോഡറേറ്റ് കൺട്രോൾ ആയിരിക്കും. പൊട്ടൻഷ്യൽ ഫോർ കോഫൗണ്ടിങ് വേരിയബിൾ. ആൻഡ് റാൻഡമൈസേഷൻ പറയുകയാണെങ്കിലോ റാൻഡം അലൊക്കേഷൻ ടു എക്സ്പെരിമെന്റ് ഓർ കൺട്രോൾ ഗ്രൂപ്പ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു റാൻഡമൈസേഷന്റെ കേസ് നമ്മളിവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ റാൻഡം അലൊക്കേഷൻ ആണ്. ഇവിടെ റാൻഡം അലൊക്കേഷൻ അല്ല, അല്ലെങ്കിൽ എങ്ങനെയാണോ ഗ്രൂപ്പുകൾ ഉണ്ടാവും അതുപോലെ തന്നെ പോകുന്നുണ്ടാവും. സോ എക്സാമ്പിൾ ക്ലിനിക്കൽ ട്രയൽ വിത്ത് റാൻഡം അസൈൻമെന്റ്. സോ ക്ലിനിക്കൽ ട്രയൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ക്വസൈ എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണെങ്കിൽ ഇവാലുവേറ്റിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇൻ ഡിഫറെന്റ് സ്കൂളുകളിൽ. ഇപ്പോൾ എക്സാമ്പിൾ സ്കൂളുകളിലാണെങ്കിൽ ഡിഫറെന്റ് പോപ്പുലേഷൻസ് ആയിരിക്കും, നമുക്ക് അവിടെ റാൻഡം ആയിട്ടൊന്നും വെക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ ഡിഫറെന്റ് സ്കൂളുകൾ അറിയുന്നു. വാലിറ്റി ഹൈ ഇന്റർണൽ വാലിറ്റി ഡ്യൂ ടു റാൻഡമൈസേഷൻ. സോ ഇന്റർണൽ വാലിറ്റി കൂടുതലായിരിക്കും. ഇവിടെയാണെങ്കിലോ ഹൈ എക്സ്റ്റേണൽ വാലിറ്റി ബട്ട് ലോവർ ഇന്റേണൽ വാലിറ്റി. അതെന്താണ്? എക്സ്റ്റേണൽ വാലിറ്റി എന്ന് പറയുന്നത് പോപ്പുലേഷൻ ആണ് അല്ലേ. ഡിഫറെന്റ് പോപ്പുലേഷനിലാണ് നമ്മൾ പഠിക്കേണ്ടത്. മറ്റത് അങ്ങനെയല്ല, ഇന്റേണൽ വാലിറ്റി കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇത് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So discuss non-probability sampling method. So എന്താ non-probability sampling method? Non-probability sampling method do not involve random selection and are often used in qualitative or exploratory research. So മനസ്സിലാക്കേണ്ടത് ഈ നോൺ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണെന്ന് മനസ്സിലാക്കുക. ഇറ്റ്സ് നോട്ട് ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ. സോ അത് മാത്രമല്ല, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ റാൻഡം സെലക്ഷൻ ഇല്ല എന്നുള്ളതാണ്. സോ അവിടെ നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. സെലക്ടിങ് പാർട്ടിസിപ്പൻറ്റ് ഹൂ ആർ റെഡിലി അവൈലബിൾ. ആരാണോ നമുക്ക് അവൈലബിൾ ആവുക അവരെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? സാമ്പിളിംഗ് നടത്തുന്നു. എക്സാമ്പിൾ സർവിങ് സ്റ്റുഡൻസ് ആർ നിയർ ബൈ ക്യാമ്പസ്. നമുക്ക് അടുത്തുള്ള ക്യാമ്പസിൽ ആരാണുള്ളത് അവരെ വെച്ച് നമ്മൾ നടത്തുന്നു. നെക്സ്റ്റ് പർപ്പോസീവ് സാമ്പിളിംഗ് ആണ്. സെലക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് ക്രൈറ്റീരിയ. ഇപ്പം 5 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഉള്ളവരാണ് എനിക്ക് സാമ്പിളിംഗ് ചെയ്യാൻ ആവശ്യം എന്ന് പറയുന്നത് പോലെ സ്പെസിഫിക് ക്രൈറ്റീരിയ. ഇന്റർവ്യൂയിങ് എക്സ്പേർട്ട് ഇൻ എ ഫീൽഡ്. നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയില്ലേ, ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രം വന്നാൽ മതി എന്ന് പറയുന്ന പോലെ. നെക്സ്റ്റ് കോട്ട സാമ്പിളിംഗ് ആണ്. എൻഷുറിംഗ് റെപ്രസെന്റേഷൻ ഓഫ് സ്പെസിഫിക് സബ് ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷൻ. സോ നമ്മളിവിടെ പ്രൊപ്പോർഷൻ നോക്കിയിട്ട് സ്പെസിഫിക് സബ് ഗ്രൂപ്പിന്റെ റെപ്രസെന്റേഷൻ. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 50% ആണുങ്ങൾ 50% പെണ്ണുങ്ങൾ നമുക്ക് ഈ ഒരു സ്റ്റഡിക്ക് ആവശ്യമാണ് എന്ന് പറയുന്നത്. സ്പെസിഫിക് സബ് ഗ്രൂപ്പിന് ഒരു പ്രൊപ്പോർഷൻ വെക്കുക, നമ്മളൊരു ബേസിക് പ്രൊപ്പോർഷൻ വെച്ചുകൊണ്ട്. നമ്മൾ പറയാൻ പോകുന്നത് സ്നോബോൾ സാമ്പിളിംഗ് ആണ്. സോ സ്നോബോൾ സാമ്പിളിംഗ് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ഇപ്പം ഇതിപ്പോ ഒരാളെന്ന് നിൽക്കുക, ഇയാൾ വേറെ 2 പേർ റെഫർ ചെയ്യുന്നു, ആ 2 പേര് വേറെ 2 പേര് റെഫർ ചെയ്യുന്നു. അങ്ങനെ റെഫർ ചെയ്ത് പോവില്ലേ, അതിനാണ് നമ്മൾ എന്താ പറയുക സ്നോബോൾ സാമ്പിളിംഗ് പറയാം. എക്സിസ്റ്റിംഗ് പാർട്ടിസിപ്പന്റ് റെഫേഴ്സ് ന്യൂ പാർട്ടിസിപ്പന്റ്. എക്സാമ്പിൾ സ്റ്റഡിങ് എ ഹിഡൻ പോപ്പുലേഷൻ ലൈക്ക് ഡ്രഗ് യൂസേഴ്സ്. ഓക്കെ, നമ്മളൊരു പോപ്പുലേഷനെ വെച്ചിട്ട് നമ്മളിങ്ങനെ വേറെയിലേക്ക് പോവുകയാണ്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. നെക്സ്റ്റ് വൺ ഇസ് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് ആണ്. ഇവിടെ നമുക്കൊരു പ്രോപ്പർ ജഡ്ജ്മെന്റ് ഉണ്ടാവും. സെലക്ഷൻ ക്രൈറ്റീരിയ ജഡ്ജ്മെന്റിലൂടെ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ട്രിവാൻഡ്രത്ത് ഏറ്റവും ബെസ്റ്റ് സ്കൂളുകൾ ഇന്ന സ്കൂളാണ്, അപ്പൊ അവിടെ മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്ന പോലെ കേട്ടോ. സോ ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കും. പേരിൽ എളുപ്പമാണ്. കൺവീനിയൻസ് സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ് ആൻഡ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ്. സോ സ്നോബോൾ സാമ്പിളിംഗ് മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്, 3 മാർക്കിന് പോലും വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. ജസ്റ്റ് പടമൊക്കെ ഒന്ന് വരച്ച് കാണിച്ചു കൊടുക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് എക്സ്പ്ലെയിൻ ഡേറ്റ കളക്ഷൻ മെത്തേഡ് ആൻഡ് സർവേ റിസർച്ച്. സോ സർവേ റിസർച്ച് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഡേറ്റ കളക്ഷൻ ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് വൺ ഇസ് ക്വസ്റ്റനറി. സോ ഇതൊരു സെമി സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു. ഒരു കാര്യം ആലോചിക്കുക, ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ 12 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള മിനിമം നമ്മൾ പറഞ്ഞ ഏജ് ആണ്. 12 വയസ്സുള്ള കുട്ടിക്ക് പോലും അത് മനസ്സിലാക്കി വായിക്കാൻ പറ്റുന്ന സിമ്പിൾ ഇംഗ്ലീഷ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ, അല്ലെങ്കിൽ വാട്ട് എവർ ദ ലാംഗ്വേജ്. സോ സെമി സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. സോ കോസ്റ്റ് എഫക്റ്റീവ് ആണ് അല്ലേ. സോ പക്ഷേ
ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഡെപ്തിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നമുക്ക് വി ആർ ഗെറ്റിംഗ് എൻ ക്ലിയർ ആൻസർ അല്ലെ. ചിലപ്പോൾ എസ് ഓർ നോ ആയിരിക്കും, ചിലപ്പോൾ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ആയിരിക്കും. ഇന്റർവ്യൂ ആണെങ്കിലോ സ്ട്രക്ചേർഡ് ആകാം, സെമി സ്ട്രക്ചേർഡ് ആകാം, അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആകാം. സോ ഇൻ ഡെപ്ത് റെസ്പോൺസ് കിട്ടാം. പക്ഷെ ഡിസഡ്വാൻറ്റേജ് ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് സമയം എടുക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് ടെലിഫോണിക് സർവേ ആണ്. എന്താണ്, നമ്മൾ ഫോൺ വഴി വിളിക്കുവാണ്. സോ ക്യുക്കാണ്, ലോ കോസ്റ്റ് ആണ്. ഡിസഡ്വാൻറ്റേജ് ആണെങ്കിലോ ഇൻഡിവിജ്വൽസിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോൺ എല്ലാവർക്കും ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ അവർക്ക് സമയം ഉണ്ടാവണം എന്നില്ല. നെക്സ്റ്റ് വൺ ഇസ് ഓൺലൈൻ സർവേ ആണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻഫർമേഷൻസ് ഗ്യാദർ എന്ന രീതിയാണ് ഓൺലൈൻ സർവേ. അഡ്വാൻറ്റേജ് പറയുവാണെങ്കിലോ ബ്രോഡ് റിസർച്ച് ആൻഡ് ഈസി അനാലിസിസ് ആണ്. കാരണം നമുക്ക് ഓൺലൈൻ സർവേ ആകുമ്പോൾ ഡേറ്റയൊക്കെ നമുക്ക് ലാസ്റ്റ് അടിപൊളിയായിട്ട് കിട്ടും, അപ്പോൾ നമുക്ക് എളുപ്പമാണ്. ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, റെസ്പോൺസ് ബയാസ് ആകാം നോൺ റെപ്രസെന്റേറ്റീവ് സാമ്പിൾസിലൂടെ. സോ നോൺ റെപ്രസെന്റേറ്റീവ് സാമ്പിൾസിലാണെങ്കിൽ എന്ത് ചെയ്യാം, മേ ബി റെസ്പോൺസ് എന്ത് ചെയ്യാം, ബയാസ് ആകാം എന്നുള്ളതാണ്, മറന്നു പോകരുത്. അപ്പൊ എന്തൊക്കെയാണ്, ക്വസ്റ്റനറീസ്, ഇന്റർവ്യൂ, ടെലിഫോണിക് സർവേ, ഓൺലൈൻ സർവേ, ഇത്രയും കാര്യങ്ങൾ മറന്നു പോകരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വേണമെങ്കിൽ ചോദിക്കാം. സോ ഡിഫൈൻ എക്സ് പോസ്റ്റ് ഫാക്ടർ റിസർച്ച് ആൻഡ് എക്സ്പെരിമെന്റ് സ്റ്റെപ്പ്. എന്താണ് എക്സ് പോസ്റ്റ് ഫാക്ടർ റിസർച്ച്? So, ex post factor research examine cause and effect relationship by analyzing even on phenomena after they have occurs without manipulation of variables. So, first of all, നമുക്ക് ഇവിടെ തുടങ്ങാം. നമ്മൾ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ കോസും എഫക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തുകൊണ്ടുണ്ടായി, ഇതിന്റെ എഫക്റ്റ് എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ അനാലിസിസ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുന്ന രീതിയാണ് നമ്മൾ എന്താ പറയുക, എക്സ് പോസ്റ്റ് ഫാക്ടർ. എക്സ് മീൻസ് മുമ്പ്, പോസ്റ്റ് ശേഷം വരെയുള്ള, അങ്ങനെ ആലോചിക്കുക കേട്ടോ. എക്സ് പോസ്റ്റ് ഫാക്ടർ റിസർച്ച് പറയാം. സോ സ്റ്റെപ്പ് പറയുവാണെങ്കിൽ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ആദ്യം ഇഷ്യൂ, ഇപ്പോൾ സ്റ്റഡി നടക്കുവാണെങ്കിൽ അതിന്റെ ഇഷ്യൂ നമ്മൾ അറിയുക. ലിറ്ററേച്ചർ റിവ്യൂ, നമ്മൾ എക്സിസ്റ്റിംഗ് നോളജ് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്കുള്ള ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള നോളജ് വെച്ച് റിവ്യൂ ചെയ്യുക. ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക, ടെസ്റ്റബിൾ ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുക. ഡേറ്റ കളക്ട് ചെയ്യുക, നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റ, ഒബ്സർവേഷൻ ഡേറ്റ കളക്ട് ചെയ്യുക. ഡേറ്റ അനാലിസ് ചെയ്യുക, നമ്മൾ നോക്കുക ഈ വേരിയബിൾസ് ബിറ്റ്വീൻ വെച്ച് നമ്മൾ നോക്കുക എന്താണ് പ്രശ്നം നോക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് നമുക്ക് എന്തുവാണെങ്കിലും എഴുതാം. ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ എഴുതുന്നു. കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് പറയുന്ന രീതിയാണ്. അപ്പം മറന്നു പോകരുത്, എക്സ് പോസ്റ്റ് ഫാക്ടർ റിസർച്ച്. സോ ബേസിക് ആയിട്ട് എന്താണ്, നമ്മൾ കോസും എഫക്റ്റും അല്ലെ, കോസും എഫക്റ്റും ആണ് നമ്മൾ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാതെ, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന രീതിയാണ് എന്താണ്, എക്സ് പോസ്റ്റ് ഫാക്ടർ. മറന്ന് പോകരുത് കേട്ടോ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസ്കസ് ദ അസംഷൻ ആൻഡ് സ്റ്റെപ്സ് ഇൻ എത്നോഗ്രാഫി. സോ എന്താ എത്നോഗ്രാഫി? സോ എത്നോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തഡാണ്. സോ ഇവിടെ ഒരു നാച്ചുറൽ എൻവയോൺമെന്റിൽ എങ്ങനെയാണ് പീപ്പിൾസിനെ പഠിക്കേണ്ടത്, സ്റ്റഡി ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ അറിയുന്നത് കേട്ടോ, എത്നോഗ്രാഫി. സോ അസംഷൻ ഓഫ് എത്നോഗ്രാഫി, ബിഹേവിയർ ഈസ് ബെസ്റ്റ് അണ്ടർസ്റ്റുഡ് വിത്ത് ഇൻ ദ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. സോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് നമ്മൾ ബിഹേവിയറിനെ മനസ്സിലാക്കുന്ന രീതി. ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ ആർ മീനിങ് ഫുൾ ആൻഡ് നീഡ് ഇൻ ഡീപ് എക്സ്പ്ലോറേഷൻ. സോ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആണ്, ഡെപ്ത് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ ആവശ്യമാണ്. ദ റിസർച്ചർ ആക്ട് ആസ് പാർട്ടിസിപ്പന്റ് ഒബ്സർവർ ടു ഗെയിൻ ഇൻസൈഡർ ഇൻസൈറ്റ്. സോ എന്ത് ചെയ്യുന്നു, റിസർച്ചർ പാർട്ടിസിപ്പന്റ് ഒബ്സർവർ ആവുകയാണ് ചെയ്യുക, അതായത് പാർട്ടിസിപ്പൻസിനെ ഒബ്സർവ് ചെയ്യുവാണ്. അപ്പം എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് നമുക്ക് അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഒരു നാച്ചുറൽ എൻവയോൺമെന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വലി എങ്ങനെ നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. സോ സ്റ്റെപ്സ് ഇൻ എത്നോഗ്രാഫി. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, നമ്മൾ അസസ് ചെയ്യുക, ഒരു കമ്മ്യൂണിറ്റി, ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ അസസ് ചെയ്യുക. അങ്ങനെ അസസ് ചെയ്യുക, നമുക്ക് ട്രസ്റ്റ് കിട്ടണം, അല്ലെ വിശ്വാസം കിട്ടണം. അല്ലാതെ നമുക്ക് വെറുതെ പോയിട്ട് ഒരു ഗ്രൂപ്പിൽ പഠിക്കാൻ പറ്റുമോ? ഇപ്പം കാട്ടുവാസികൾ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുകളൊക്കെ നമുക്ക് പോയി അസസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. സോ ഡേറ്റ കളക്ട് ചെയ്യണം. സോ ഒബ്സർവേഷൻ, ഇന്റർവ്യൂ ഒക്കെ ചെയ്യാം. ആൻഡ് ഡേറ്റ അനാലിസ് ചെയ്യുക, അവരുടെ കൾച്ചറൽ കണ്ടെക്സ്റ്റും തീമും പാറ്റേൺസും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാം. ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, നമ്മൾ എന്തെങ്കിലും ഫൈനലി ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ്. സിമ്പിളാണ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന നോർമൽ രീതിയാണ്. സോ എന്താണ് എത്നോഗ്രഫി നിങ്ങൾ അറിയണം, കൾച്ചറൽ കണ്ടെക്സ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്, സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. സോ ഇറ്റ്സ് എൻ ക്വാളിറ്റേറ്റീവ് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ, അതാണ് നിങ്ങൾ ആദ്യം അറിയുന്നത്. ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തഡാണ്. ഇൻവോൾവ് സ്റ്റഡിങ് പീപ്പിൾ ഇൻ ദർ നാച്ചുറൽ എൻവയോൺമെന്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ സൊസൈറ്റൽസ് ആൻഡ് ഇൻഡിവിജ്വൽ ഫംഗ്ഷൻ, എങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നത്, എങ്ങനെ സൊസൈറ്റി വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയാണ്.
So next question, explain the advantages and disadvantages of correlation study. So correlation study advantage disadvantage. Advantage എന്താണ്? Identifies relationship between variables. So variables തമ്മിലുള്ള relationship identify ചെയ്യാൻ പറ്റും. Useful for prediction. Prediction നമുക്ക് എളുപ്പമാക്കാറുണ്ട്. And non-invasive and cost effective. Non-invasive ആണ്, cost effective ആണ് എന്നുള്ളതാണ്. So first of all നിങ്ങൾ അറിയേണ്ടതാണ് correlation design എന്ന് പറയണം. അല്ലാതെ നമ്മൾ വെറുതെ പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല അല്ലേ? സോ ഇപ്പം എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? അതായത് വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെ. കോ റിലേഷൻ, പേര് പറയുന്ന പോലെ തന്നെ കോ റിലേഷൻ ആണെന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നു. സോ യൂസ്ഫുൾ ഫോർ പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റുമെന്നും പറയുന്നുണ്ട് അല്ലെ. അപ്പം മനസ്സിലായി, ഏകദേശം കാര്യം മനസ്സിലായി. അപ്പോൾ കോ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് മെത്തഡാണ്. ഒന്നും കൂടെ പറയാം, കോ റിലേഷൻ ഡിസൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് മെത്തേഡാണ്. ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പ് പറയുന്നത് എന്തിന്റെ? രണ്ടോ അല്ലെങ്കിൽ കൂടുതൽ വേരിയബിൾസോ നമുക്ക് റിലേഷൻഷിപ്പ് പറയാൻ പറ്റും. സോ ഇവിടെ നമ്മൾ കൺട്രോളിംഗ് ഒന്നുമില്ല, മാനിപ്പുലേറ്റിംഗ് ഒന്നുമില്ല എന്നുള്ളതാണ്. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ കനോട്ട് എസ്റ്റാബ്ലിഷ് causation. Confounding variable may influence result. Limited to observable and measurable variables. So നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ മേ ബി എന്ത് ചെയ്യാം? സോ വേരിയബിൾസിനൊക്കെ മേ ബി ഇൻഫ്ലുവൻസ് ആകാം എന്നുള്ളതാണ്. ഒബ്സർവബിൾ അല്ലെങ്കിൽ മെഷറബിൾ വേരിയബിൾസിലൊക്കെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അത് മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊസേഷൻ നമുക്കങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കാര്യകാരണത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ മിക്കവാറും 3 മാർക്കൊക്കെ. ക്വസ്റ്റ്യൻ, ഡിഫൈൻ വേരിയബിൾ ആൻഡ് ഡിസ്കസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വേരിയബിൾ. സോ ബേസിക്കലി വേരിയബിൾ എന്നറിയണം. സോ ഈ വേരിയബിൾ ഈസ് എനി ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫാക്ടർ ദാറ്റ് ക്യാൻ ചേഞ്ച് ഓർ വാരി ഇൻ എ സ്റ്റഡി. ഒരു സ്റ്റഡിയിൽ എന്ത് ചെയ്യാം? അതൊരു ക്യാരക്ടർ ആകാം അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആകാം, പക്ഷെ അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മൾ വേരിയബിൾ എന്ന് പറയാം. സോ വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, അതായത് റിസർച്ചറിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ പറയാം. സോ നെക്സ്റ്റ് വൺ ഇസ് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ദ ഔട്ട്കം ഓർ റെസ്പോൺസ് ബീങ് മെഷർഡ്. സോ ഔട്ട്കമും റെസ്പോൺസും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആൻഡ് എക്സ്ട്രീമിസ്റ്റ് വേരിയബിൾ, അൺകൺട്രോളബിൾ വേരിയബിൾ ആയിരിക്കാം. സോ ദാറ്റ് മേ ഇൻഫ്ലുവൻസ് റിസൾട്ട്. സോ നമുക്ക് ഈ ലാസ്റ്റ് വന്ന റിസൾട്ട് ഇല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യും. ആൻഡ് കോഫൗണ്ടിങ് വേരിയബിൾ ദാറ്റ് distort the relationship between the independent and dependent variable. So ഇൻഡിപെൻഡന്റും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തു ഡിസ്റ്റോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് കൺട്രോൾ വേരിയബിൾ ആണ്. വേരിയബിൾ കീപ് കോൺസ്റ്റന്റ് ടു അവോയ്ഡ് ദർ ഇൻഫ്ലുവൻസ്. സോ എന്താണ്? ഇൻഫ്ലുവൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കോൺസ്റ്റന്റ്ലി എന്ത് ചെയ്യുന്നു? അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് കൺട്രോൾഡ് വേരിയബിൾ. സോ നിങ്ങൾക്ക് മിക്കവാറും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഓൾറെഡി ഇത് പഠിക്കുന്ന കാര്യമാണ് അല്ലെ, നമ്മൾ ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര വലിയ സംഭവം എന്നുള്ള കാര്യമൊന്നുമല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നും കൂടെ പറയാം, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ, എക്സ്റ്റേണൽ വേരിയബിൾ, കോഫൗണ്ടിങ് വേരിയബിൾ. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ചോദിക്കും കേട്ടോ. ബേസിക്കലി ഇവിടെ നിങ്ങൾക്ക് കോഫൗണ്ടിങ് വേരിയബിളും മേ ബി കോഫൗണ്ടിങ് വേരിയബിൾ മാത്രം ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൺട്രോൾഡ് വേരിയബിൾ, കോഫൗണ്ട് വേരിയബിൾ എന്നുള്ള വ്യത്യാസമൊക്കെ ചോദിക്കാറുണ്ട്. സോ കോഫൗണ്ട് വേരിയബിൾ ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നു? ഡിസ്റ്റോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ട്വിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുൾ ഔട്ട്, അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള ഇംപ്രഷൻസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. സോ കൺട്രോൾ വേരിയബിൾ ആണെങ്കിലോ അവരുടെ ഇൻഫ്ലുവൻസ് നിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാറ്റും. ചിലപ്പോൾ ഏതെങ്കിലും 2 മാത്രം ചോദിച്ചിട്ട് എൻ്റെ ഡിഫറൻസ് എന്താണെന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചേക്കാം കേട്ടോ. അതൊക്കെ മിക്കവാറും 3 മാർക്കിനായിരിക്കും. സോ നെക്സ്റ്റ് വൺ ഇസ് എല്യൂസ് ദ സ്റ്റെപ്പ് ഓഫ് ഇവാലുവേറ്റിംഗ് ഡേറ്റ ഇൻ എ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. സോ നമ്മൾ ഡേറ്റ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്റ്റെപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഓർഗനൈസിംഗ് ഡേറ്റ. കളക്ട് ആൻഡ് സ്ട്രക്ചർ ഡേറ്റ ഫ്രം ഇന്റർവ്യൂ, ഒബ്സർവേഷൻ, ഡോക്യുമെന്റ്സ്. നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിച്ചത് അത് ഡേറ്റ കളക്ട് ചെയ്യുക. ഫെമിലറൈസേഷൻ, ഇമേഴ്സ് ഇൻ ഡേറ്റ ടു അണ്ടർസ്റ്റാൻഡ് ഡെപ്ത്. നമ്മളെ ഡേറ്റിനെ പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ്, നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് കോഡിങ് ചെയ്യുക. എങ്ങനെ ചെയ്യേണ്ടത്? നമ്മൾ തീംസ് ഐഡന്റിഫൈ ചെയ്യുക, നെക്സ്റ്റ് കാറ്റഗറൈസ് ചെയ്യുക, പിന്നെ തീം ഐഡന്റിഫിക്കേഷൻ ആണ്. നമ്മൾ പാറ്റേൺസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക, ആൻഡ് വാലിഡേറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ എവിടെയൊക്കെയോ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ടൈം കളയുന്നില്ല. ഈ മേജർ 7 പഠിച്ചു വെക്കുക, ബാക്കി നിങ്ങൾക്ക് എഴുതാനുള്ളതേ ഉള്ളൂ. നമ്മൾ ആ ഒരു സ്ത്രീകളുടെ കേസ് പറഞ്ഞ വിമന്റെ ഏജ് വെച്ച് പറഞ്ഞില്ല, അതേപോലെ തന്നെയാണ്. അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ ചെയ്യുന്ന ഡേറ്റ ഇവാലുവേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം മാത്രമാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്കസ് ഒബ്ജക്ടിവിറ്റി സേഫ് ഗാർഡ് ഇൻ എ റിസർച്ച് പ്രോസസ്. സോ ബേസിക്കലി നമ്മളൊരു റിസർച്ച് പ്രോസസ്സിൽ നമുക്ക് ആ റിസർച്ച് പ്രോസസ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രീതി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാൻഡേർഡൈസ് പ്രൊസീജിയർ. സോ നമ്മൾ ചെയ്യുന്ന റിസർച്ചിന് ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള രീതി ഉണ്ടാകണം. ആൻഡ് പിയർ റിവ്യൂ, അതായത് എക്സ്പേർട്സിനൊക്കെ അവിടെ റിവ്യൂ ചെയ്യാൻ പറ്റണം, ഫൈൻഡിങ്സ് ഒക്കെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ട്രയാംഗുലേഷൻ, സോ മൾട്ടിപ്പിൾ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സോഴ്സ് ടു വെരിഫൈ ഡേറ്റ. സോ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മളുടെ ഡേറ്റ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡിഫറെൻറ്റ് രീതിയിലും മെത്തേഡ്സിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വാലിഡേറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ബൈൻഡിങ് ആണ്, സോ പാർട്ടിസിപ്പൻസിനെ കൺസീൽ ചെയ്യാൻ പറ്റണം. ആൻഡ് പ്രീ രജിസ്ട്രേഷൻ, ഡോക്യുമെന്റ് ആൻഡ് രജിസ്റ്റർ സ്റ്റഡി പ്രോട്ടോകോൾസ് ഇൻ അഡ്വാൻസ്. സോ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന തൊട്ട് മുന്നേ തന്നെ നമ്മുടെ കയ്യിൽ ഡോക്യുമെന്റേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ വെച്ചിരിക്കണം. ആൻഡ് ബയാസ് ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്പെറൻസി ഉണ്ടാവുള്ളൂ. ആൻഡ് റിലയബിൾ ടൂൾ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആക്യുറേറ്റ് ആണെന്ന് തോന്നുന്ന ടൂൾസ് മാത്രം യൂസ് ചെയ്യുക. ഇത് ഇങ്ങനെ തന്നെ എഴുതണം നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ എഴുതാം. ഇതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് വാരിക്കോരി കൊടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഒരു റിസർച്ച് പ്രോസസ് കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് റിസർച്ച് ഉണ്ടാവുക ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം. സോ അത് വെച്ച് നിങ്ങൾക്ക് എഴുതാം, കുഴപ്പമില്ല കേട്ടോ. മിക്കവാറും 5 മാർക്കിന് 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ഇനിയൊക്കെ നമ്മൾ ചോദിക്കുന്നത് ഷോർട്ട് ആൻസർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. മിക്കവാറും നമ്മൾ ഷോർട്ട് ആൻസറിൽ കണ്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫൈൻ, കൺസ്ട്രക്ട് വാലിറ്റി ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. സോ എന്താണ് വാലിറ്റി എന്ന് എഴുതുക, നമുക്കറിയാം. സോ ഇമ്പോർട്ടൻസ് നമുക്കറിയാം, വായിച്ചോളാം, നമ്മൾ പറഞ്ഞ കാര്യമാണ്. സോ എക്സ്പ്ലെയിൻ സ്റ്റെപ്സ് ഇൻ എത്നോഗ്രാഫിക് റിസർച്ച്, നമ്മളത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സോ നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് റിസർച്ച്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഡിസ്കസ് ടൈപ്പ് ഓഫ് കോഡിംഗ് ഇൻ ഗ്രൗണ്ട് തിയറി, അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. എക്സ്പ്ലെയിൻ റിസർച്ച് ബയസ്, ഹൗ ക്യാൻ ദി മിനിമൈസ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ നമ്മൾ ഒരു റിസർച്ച് നമ്മൾ എങ്ങനെയാണ് ബയാസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുക. സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബയാസ് നമ്മൾ അറിയണം. സെലക്ഷൻ ബയാസ്, എറൈസ് വെൻ ദ സാമ്പിൾ ഇസ് നോട്ട് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പോപ്പുലേഷൻ. സോ എന്താണ്, സാമ്പിൾസ് ആ പോപ്പുലേഷനുമായി ബന്ധമില്ല എന്നുണ്ടെങ്കിൽ ബയാസ് ഉണ്ടാകും, അത് സെലക്ഷൻ ബയാസ് ആണ്. സോ മെഷർമെന്റ് ബയാസ്, എറേഴ്സ് ഇൻ ഹൗ ഡേറ്റ ഇസ് മെഷർ കളക്ട്. നമ്മൾ ഡേറ്റ എങ്ങനെ മെഷർ ചെയ്യുന്നു, എങ്ങനെ കളക്ട് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എറേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അത് മെഷർമെന്റ് ബയാസ് ആണ്. നെക്സ്റ്റ് കൺഫർമേഷൻ ബയാസ് ആണ്. റിസർച്ചർ ഫോക്കസ് ഓൺ ഡേറ്റ ദ സപ്പോർട്ട് ദിയർ ഹൈപ്പോത്തസിസ്. സോ അവര് ഇപ്പൊ റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ എന്റെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മാത്രമേ ഇത് പോകാൻ പാടുള്ളൂ എന്ന് വിചാരിക്കില്ലേ, അപ്പൊ അത് ബയാസ് ആകുന്നു. ആൻഡ് പബ്ലിക്കേഷൻ ബയാസ്, പോസിറ്റീവ് ഓർ സിഗ്നിഫിക്കന്റ് ഫൈൻഡ് ആർ മോർ ലൈക്ലി ടു ബി പബ്ലിഷ്. പോസിറ്റീവായ കാര്യവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പബ്ലിഷ് ചെയ്യുള്ളൂ, അല്ലാതെ ഒരു കാര്യം ഞാൻ പബ്ലിഷ് ചെയ്യില്ല. അപ്പോൾ അതും ബയാസ് ആണ്. അപ്പോൾ സെലക്ഷൻ ബയാസ് വരെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. ചിലപ്പം ഒരു സാമ്പിൾ ആ പോപ്പുലേഷൻ റെപ്രസെന്റ് ചെയ്യേണ്ടാവില്ല. മെഷർമെന്റ് വെച്ചാൽ നമുക്ക് എറേഴ്സ് നമുക്ക് മെഷർ ചെയ്യാൻ കളക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ കളക്ട് ചെയ്യണം എന്നുള്ള രീതിയാണ്. ആൻഡ് കൺഫർമേഷൻ ബയാസ് എന്താണ്, അവരുടെ ഹൈപ്പോസിസിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു. പബ്ലിക്കേഷൻ ബയസ് പോസിറ്റീവ് സിഗ്നിഫിക്കൻ്റ് ആയ കാര്യം മാത്രം ചെയ്യുന്നു. സോ മിനിമൈസേഷൻ സ്ട്രാറ്റജി എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് തിരിച്ച് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞതാണ്, സ്ട്രാറ്റജി ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നിങ്ങളത് വായിച്ചാൽ മാത്രം മതി. So, define factorial design and discuss its important research. So, എന്താണ് factorial design അറിയാം. So, factorial design is a type of experimental setup where 2 or more independent variables are studied simultaneously to examine their individual and interactive effect on a depth variable. ശ്രദ്ധിക്കുക, ഫാക്ടോറിയൽ ഡിസൈൻ ഇസ് എ ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് വേർ 2 or more ഇൻഡിപെൻഡന്റ് വേരിയബിൾ, 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാകും. അതിന് സൈമൾട്ടേനിയസ്ലി പഠിക്കുകയാണ് ചെയ്യുക. എന്തിനു വേണ്ടി, ടു എക്സാമിൻ ദിയർ ഇൻഡിവിജ്വൽ ആൻഡ് ഇന്ററാക്റ്റീവ് എഫക്ട്. ഇൻഡിവിജ്വലും ഇന്ററാക്റ്റീവ് എഫക്റ്റ്. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ശശിയും ദാമുവും, ശശിനെ പറ്റിയും പഠിക്കും, ദാമുവിനെയും പറ്റി പഠിക്കും, എന്നാൽ ശശിയും ദാമുവും തമ്മിൽ ഉള്ള ബന്ധത്തിനെ പറ്റിയും പഠിക്കും. ഈ ഒരു രീതിയാണ് കേട്ടോ. ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ എഫിഷ്യൻസി. സോ ടെസ്റ്റ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിന് സിംഗിൾ എക്സ്പെരിമെന്റ്, ഒരു എക്സ്പെരിമെന്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്ന രീതിയാണ്. ഇന്ററാക്ഷൻ എഫക്ട് അറിയാൻ പറ്റും. ആൻഡ് ജനറലൈസബിലിറ്റി, നമുക്കറിയാലേ ഇവരുടെ നമ്മളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇവരുടെ ഇൻസൈറ്റ്സ് എങ്ങനെയാണ് നമുക്കറിയാൻ പറ്റും. ആൻഡ് ഒപ്റ്റിമൈസേഷൻ, ഉറപ്പായിട്ടും നമുക്ക് ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ഫാക്ടേഴ്സ് ഒക്കെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാര്യം എന്തുകൊണ്ടാണ്, സെപ്പറേറ്റ് എക്സ്പെരിമെന്റ് സ്റ്റഡി അല്ല, ഒരൊറ്റ എക്സ്പെരിമെന്റിനകത്ത് 2 വേരിയബിളിനെ പറ്റി നമ്മൾ പഠിക്കുവാണ്, 2 or more ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ പറ്റി പഠിക്കുവാണ്. സോ ഇറ്റ്സ് വെരി ഈസി. ദാമും ലൈക്ക് ശശിനെ പറ്റി പഠിക്കുന്ന രീതിയാണ് കേട്ടോ. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. സോ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്. കാര്യം മനസ്സിലാക്കി എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണ് ഓരോ ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ എഴുതേണ്ടത്, നമ്മൾ അവരെന്താ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുക കേട്ടോ.
സോ ഹൈലൈറ്റ് ദ ക്രൈറ്റീരിയ ഓഫ് സെലക്ഷൻ ഓഫ് കേസ് സ്റ്റഡി. ഒരു കേസ് സ്റ്റഡി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ക്രൈറ്റീരിയ നോക്കണം? ദ ഫസ്റ്റ് വൺ ഈസ് റിലവൻസ് ഓഫ് റിസർച്ച് ഒബ്ജക്റ്റീവ്. സോ നമ്മൾ ഇത് പഠിക്കുന്നോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഹൈപ്പോത്തിസുമായിട്ട് ബന്ധപ്പെട്ടതാണോ, അതുമായി അലൈൻ ചെയ്യുമോ എന്ന് നമ്മൾ നോക്കണം. യുണീക്നെസ് ആയിരിക്കണം. കാര്യം എന്താണ്, എല്ലാവരും കോമൺ കാര്യമാകരുത്, യുണീക്ക് ആയിരിക്കണം. ആൻഡ് ഫീസിബിലിറ്റി, നമുക്ക് ഡേറ്റ പെട്ടെന്ന് അസൈമാണ്. അല്ലാണ്ട് കുറേ നാൾ ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കുറേ ചെയ്താൽ മാത്രമേ ഡേറ്റ കിട്ടുള്ളൂ എന്നല്ല, നമുക്ക് ഫീസിബിലിറ്റി ഉണ്ടാകണം. ഡേറ്റ റിച്ച്നെസ്, ഡേറ്റ നമുക്ക് ഒരുപാട് കിട്ടണം, ഇൻഡെപ്തിൽ പോലും നമുക്ക് പോകാൻ പറ്റണം എന്നുള്ളതാണ്. റെപ്രസെൻറ്റേഷൻ പറയുവാണെങ്കിൽ ലൈക്ക് എന്താണ്, നമുക്കൊരു ഷുഡ് റിഫ്ലക്ട് ബ്രോഡർ പാറ്റേൺ ഓർ ട്രെൻഡ് വെയർ ആപ്ലിക്കബിൾ. സോ ഒരു ബ്രോഡർ പാറ്റേൺ ഓർ ട്രെൻഡ് നമുക്ക് റിഫ്ലക്ട് ചെയ്യണം. ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻ, സോ ഉറപ്പായിട്ട് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം, നിർബന്ധമാണ്. ആൻഡ് പൊട്ടൻഷ്യൽ ഓഫ് തിയറി ബിൽഡിംഗ്, സോ നമുക്ക് തിയറി ബിൽഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫർദർലി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റണം. സോ ഇത് നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. സോ റിസർച്ച് എങ്ങനെയായിരിക്കണം, നമ്മൾ അത് എഴുതിയാലും കുഴപ്പമില്ല. ഒരു കേസ് സ്റ്റഡി ഈസ് കൈൻഡ് ഓഫ് എ റിസർച്ച് സ്റ്റഡി അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഇത് എഴുതിയാലും വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല. സോ ഇത്രയും ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ നമ്മളിവിടെ തന്നെ നോട്ട് എന്ന് വെച്ചാലും ക്ലാസ് എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തൊക്കെ നമ്മൾ എഴുതണം, ഏതൊക്കെ നമ്മൾ എഴുതണം എന്നുള്ള കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.